കൂടിക്കാഴ്ച നടത്തുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ കൂടിയാലോചനകൾക്ക് ശേഷം ഇപ്പോൾ മോദി അമിത്ഷാ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടുകയാണ്. IED ബ്ലാസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം വൈകുവാൻ സാധ്യതയില്ല. നിരവധി ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തും കിടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. 8 മരണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഡൽഹി പോലീസും പറയുന്നത് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ എത്ര എന്ന സ്ഥിരീകരണം വന്നിട്ടില്ല. ഭീകരാക്രമണം, ആസൂത്രിതമായ ആക്രമണം എന്ന സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മനു, എന്താണ് മറ്റു വിവരങ്ങൾ? ഈ അമോണിയം നൈട്രേറ്റ് സ്ഥലത്തുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഫോറൻസിക്കാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. NSG ആ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസുമായി കൂടിയാലോചനകൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ച പറയുന്നത് ഇത് 6:52 ആണ് അപകടം ഉണ്ടായത്. വാഹനങ്ങൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വാഹനത്തിൽ നിന്നാണ് ഇങ്ങനെ സ്ഫോടനം ഉണ്ടായത്. സമീപ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം തന്നെ ഇത് ഒരു വാഹനം പൊട്ടിത്തെറിച്ചതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഇത് ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഉഗ്ര ശബ്ദമായിരുന്നു അവിടെ നിന്ന് ഉണ്ടായത് എന്ന് പറയുന്നു. സമീപത്തുള്ള കടകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെയൊക്കെ ചില്ലുകൾ തകർന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക്